അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് വളരെ ഭംഗിയായിട്ട് മാലിന്യ സംസ്കരണം നടത്തി വരികയായിരുന്നു. ഈ സിസ്റ്റത്തിൽ പോരായ്മയുണ്ടോ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതിന് സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റ് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വളരെ നന്നായിട്ട് നിലവിലുള്ള സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുന്നത്രത്തോളം ആത്മാർത്ഥമായിട്ട് ജീവനക്കാരും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് തന്നെ നേതൃത്വം കൊടുത്ത് മാലിന്യ സംസ്കരണം നടത്തി വരികയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാലിന്യ മാഫിയകളെ ചിലർ പിന്തുണ കൊടുക്കുന്നുണ്ട്. മാലിന്യ മാഫിയകളെ രംഗത്തിറക്കിയിട്ട് നമുക്കറിയാം, മുൻകാലങ്ങളിൽ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന, വലിയ പണം വാങ്ങിക്കൊണ്ട് ആശുപത്രികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ചില സംഘങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ സജീവമായിരുന്നു. വളരെ ശക്തമായ ഇടപെടലോടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഇടപെടലോടെ ഈ മാഫിയകളെയൊക്കെ തന്നെ തൽക്കാലം ഒന്ന് അടക്കി നിർത്താൻ സാധിച്ചെങ്കിലും ഇവ വീണ്ടും ആയുധങ്ങളോടെ, മാരകായുധങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ കോർപ്പറേഷൻ ജീവനക്കാർ എല്ലാ ദിവസവും നിൽക്കുന്നത് പോലെ ഈ പ്രദേശങ്ങളിൽ സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്ക്വാഡ് നമ്മുടെ ആമയിഴഞ്ഞാൻ തോട്ടിൽ ഒരിടത്ത് സെൻട്രൽ തിയേറ്ററിൻ്റെ മുൻപിൽ മാലിന്യം എറിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സിറ്റിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് SP ഫോർട്ട് ആശുപത്രിക്ക് എതിർവശമുള്ള ഗണേഷ് ടീ സ്റ്റാൾ അവിടെ നിന്ന് അനധികൃത സംഘങ്ങൾക്ക് മാലിന്യം കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. കോർപ്പറേഷൻ്റെ സമ്മതത്തോടെ, കോർപ്പറേഷൻ്റെ ലൈസൻസോടെ മാലിന്യം കൊണ്ടുപോയി ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നിലവിലുള്ള ചില സംഘങ്ങളുണ്ട്, ചില സിസ്റ്റമുണ്ട്. അതിൽ പെടാത്ത അനധികൃത സംഘങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. ഒരാഴ്ച മുമ്പ് ഒരു ഓട്ടോറിക്ഷയെ, മാലിന്യവുമായി വന്ന ഒരു ഓട്ടോറിക്ഷയെ 2 വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അതിനെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് വടിവാളും അതുപോലെ തന്നെ കമ്പിപ്പാറയും ഒക്കെ ഉണ്ട്. അപ്പോൾ വടിവാളും കമ്പിപ്പാറയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടുള്ള സംഘങ്ങളാണ് ഈ അനധികൃത മാഫിയകളായി പണമുണ്ടാക്കാൻ വേണ്ടി നഗരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ള തിരുവനന്തപുരത്തെ കീഴ്വഴക്കമായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് വളരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു പരിധിവരെയൊക്കെ തന്നെ ഇവർ പിൻവലിഞ്ഞിരുന്നു. ഇതിൽ ഞങ്ങൾ ഈ ഭരണസമിതി വന്നിട്ട് കസ്റ്റഡിയിലെടുത്ത ഒരു വാഹനവും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നത് വീണ്ടും ഈ സംഘങ്ങൾ സജീവമാവുകയാണ്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ എത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇവർക്ക് സംശയമുള്ള ചില പ്രതികളെ കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മേയർ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, ഒരു പ്രതിയെയും വെറുതെ വിടാനോ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്യൂട്ടിയുള്ള എല്ലാ ജീവനക്കാർക്കും കോർപ്പറേഷൻ ഭരണസമിതി പൂർണ്ണ സംരക്ഷണം നൽകും. ഇതിപ്പോൾ അക്രമത്തിൽ പരിക്കേറ്റ സുരേഷിന് ഏതൊക്കെ തരത്തിലാണോ നിയമപരമായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ, ധനസഹായം ഉൾപ്പെടെ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് പരിശോധിച്ചിട്ട് കൗൺസിലിൽ ആവശ്യമാണെങ്കിൽ ചർച്ച ചെയ്ത് കൗൺസിൽ പാസ്സാക്കി സംസ്ഥാന സർക്കാരിന്റെ പെർമിഷൻ വാങ്ങണമെങ്കിൽ അതും വാങ്ങി ഞങ്ങളത് ചെയ്യും. കോർപ്പറേഷൻ സെക്രട്ടറിയോട് അതിന്റെ നിയമ നടപടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജീവനക്കാരെ 100% സംരക്ഷിക്കുവാനുള്ള, എത്ര പണം ചെലവാക്കിയാലും സംരക്ഷിക്കുവാനുള്ള തീരുമാനവും കോർപ്പറേഷൻ കൗൺസിൽ എടുക്കുന്നുണ്ട്. അത് സെക്രട്ടറിയോട് അക്കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാലിന്യവും കൊണ്ടുപോയവരുടെ പേരുകളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന വിവരം ഒരാളിനെന്തോ അറസ്റ്റ് ചെയ്തെന്നോ അയാളെ ട്രേസ് ചെയ്യുന്നു. അതെ. ഇത് വേറെ ഒരു ജോലിയും ചെയ്യാതെ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ജീവിച്ചു പോരുന്ന ഒരു മാഫിയ സംഘം തിരുവനന്തപുരത്തുണ്ട്. അവർ പകലൊന്നും ഒരു ജോലിക്കും പോവില്ല. വെളുപ്പിന് ഒരു 2, 3, 4 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിക്കുകയും പിന്നീടുള്ള സമയമൊക്കെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഇറങ്ങുകയും ചെയ്യും. ആവശ്യമാണെങ്കിൽ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. ഒരു മാഫിയയും തിരുവനന്തപുരം പട്ടണത്തിൽ വിളയാടാൻ അനുവദിക്കില്ല. പോലീസിൻ്റെ അന്വേഷണം വരട്ടെ. പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ അതുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ മറുപടി പറയാം. എന്ത് ചെയ്തു? സന്ധ്യാറാണി എന്ന ക്ലർക്കിനെ കൗൺസിലറുടെ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്തു. ആ ഉത്തരവുണ്ടോ? വാർത്ത ഉത്തരവുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ മറുപടി പറയാം. കാര്യം ചെയ്യേണ്ടത് സെക്രട്ടറിയോ മേയറോ ഒക്കെയാണ്. എനിക്കറിയില്ല. ആ ഉത്തരവുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഉത്തരവുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ ഉത്തരവ് എടുത്തിട്ട് ഞാൻ ഓഫീസിൽ കാണാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ മറുപടി പറയാം. രാവിലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ അനധികൃതമായി വേസ്റ്റ് എടുക്കുന്നതിന് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വാഡുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ സ്ക്വാഡിനെ നമ്മൾ അറിയിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ തടയാൻ ശ്രമിച്ചതും. അപ്പോൾ ഓട്ടോ കൊണ്ടുവന്ന് ബൈക്കിൽ തട്ടിയിട്ടിട്ട് അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അവർ ഓട്ടോയിലായിരുന്നു? അവർ പാസഞ്ചർ ഓട്ടോയായിരുന്നു. ഇവിടെ നിന്നാണ് മാലിന്യങ്ങൾ കയറ്റിക്കൊണ്ടിരുന്നത്?
നമ്മൾ കണ്ടപ്പോഴത്തേക്ക് SP ഫോർട്ടിൻ്റെ മുൻവശത്തുള്ള ഒരു ടീ സ്റ്റാളിൻ്റെ അവിടെ നിന്നാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പം ചേട്ടൻ നിങ്ങൾ ഇവരെ കൊണ്ട് അനധികൃതമായ മാലിന്യം തള്ളുന്നത് കണ്ട് നിങ്ങൾ അവരെ പിന്തുടരുകയാണ് ചെയ്തത് അല്ലേ? മുമ്പ് നേരത്തെ 1:30 അവിടെ നമ്മുടെ സെൻട്രൽ തിയേറ്ററിൻ്റെ അവിടെ അടിച്ചായിരുന്നു. അപ്പോൾ അത് അവിടെ അടിച്ചത് കൊണ്ട് നമുക്ക് ഇനിയും ഇതേപോലെ അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതേപോലുള്ള കടകളുടെ മുമ്പിലൊക്കെ നമ്മൾ രാത്രി തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും കെട്ടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് എപ്പോഴെങ്കിലും ഇവരെടുക്കാൻ വരും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വന്ന സമയത്താണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇവരിത് എവിടെയാണ് കൊണ്ട് തള്ളുന്നത്? അത് ഈ പറയുന്ന പല ഹൈവേകളിലും ബൈപ്പാസുകളിലും ഈ റോഡിലും എല്ലാം ഇവർ കൊണ്ട് തള്ളുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അവരെ കൊണ്ട് അവർ ഈ പാസഞ്ചർ ഓട്ടോയിലുണ്ടായിരുന്നവർ എന്ത് കൃത്യമായിട്ട് അവരെന്താ ചെയ്തത്? അവരെ നമ്മൾ തട്ടിയിട്ടിട്ട് അവരങ്ങ് പോവുകയായിരുന്നു, നമ്മളങ്ങ് വീഴുകയായിരുന്നു. അപ്പം മറ്റേ എൻ്റെ പുറകെ ഇരുന്ന ആൾ പെട്ടെന്ന് ചാടി മാറിയതുകൊണ്ട് അവളിനെ അണ്ണ കാണാൻ പറ്റി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അവർ നിങ്ങളുടെ നേർക്ക് വന്നത്. നിങ്ങൾ കണ്ട ഉടനെ നിങ്ങൾ അവരോട് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ എടുക്കാൻ പറ്റില്ല, വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് അവർ തട്ടിയിട്ടിട്ട് പോയത്. അപ്പം ചേട്ടനിപ്പോൾ കൈക്ക് എന്തെങ്കിലും? കൈ നല്ല ഫൈനാണ്. അതിന് ഈ ബാക്കി ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു? രണ്ടുപേരും. ഈ ഏത് ഭാഗത്ത് ചേട്ടൻ നിന്നപ്പോഴാണ് ഫോർട്ടിൻ്റെ സൈഡിൽ? അപ്പോൾ ആമയിഴഞ്ഞ തോടിൻ്റെ സ്പോട്ടിലായിരുന്നു നമ്മൾ. അപ്പോൾ ശരിക്കും ചിലപ്പോൾ ആമയിഴഞ്ഞ തോട്ടിലായിരിക്കും ഇവർ ഈ മാലിന്യം തള്ളാൻ വരുന്നത്. പറയാം എവിടെയാണെന്ന് അവർ ആ സൗകര്യം അനുസരിച്ച് തള്ളും. ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പം അതിനുശേഷം പിന്നീട് എന്തൊക്കെയുണ്ടായി? ചേട്ടനോട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി മേയറോട് വരികയുണ്ടായിരുന്നു. മേയർ വന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നിരുന്നു. HO HS നമ്മൾ HIമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്? പരാതി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരായതുകൊണ്ട് ചോദിക്കണം, ഇവരെ നേരത്തെ എന്തെങ്കിലും രീതിയിൽ ഇവരെ കാണുകയോ അല്ലെങ്കിൽ ഇവർ കൃത്യമായി ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളുന്നവരാണ് എന്നുള്ള പരാതിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടാണോ നിങ്ങൾ അന്വേഷണം ഊർജിതമാക്കിയത്? അല്ല, പൊതുവേ കുറേ പേരെ അവരുടെ അടിക്കുന്നവരുടെ ലിസ്റ്റ് ഓൾറെഡി ഇവിടെ കുറേ പേരിലുണ്ടത് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ പെട്ടവരായി എടുക്കുന്നതാണെന്ന് പറയാം. അപ്പം മുൻപും അവർ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നവരാണ്. നേരത്തെ മറ്റേ രാഹുൽ എന്ന് പറഞ്ഞ പയ്യനും നേരത്തെയും ഇതേപോലെ ഉപദ്രവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് തലനാരഴിക്കാണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടതല്ലേ? അതെ. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് മേയർ പറയുകയുണ്ടായി. പോലീസ് വന്നിട്ട് മൊഴി രേഖപ്പെടുത്തി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം, മേയറുടെ തീരുമാനം. ഞാൻ ജോലിക്ക് കയറിയിട്ട് 9.5 കൊല്ലമായി. അപ്പോൾ എനിക്ക് സുരേഷ് ചേട്ടനേക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മളെ സാർമാർ നിയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയിഴഞ്ചം തോട്ടിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 40-50 ചാക്കിനുൾപ്പെടെ ഒരു ദിവസം അടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നിരന്തരമായി നമുക്ക് ജോലി ഭാരവും ആൾക്കാർ കുറവും അങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പം സാർമാർ തന്നെ നൈറ്റ് മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നൈറ്റ് ഇട്ട് നമ്മളെ. അപ്പം ഇവിടെ തകരപ്പറമ്പിലും ഈഞ്ചക്കൽ ഹൈവേയിൽ ഓടമുള്ള പരിസരത്താണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ രാത്രി ഇതേപോലെ ഒരു 30ഓളം ചാക്ക് ആട്ടയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്മളെ സർക്കിൾ പരിധി അല്ല, എന്നാലും ഇത് ഒഴിവി അവിടെ തട വെച്ചിരിക്കുന്നത് നമ്മളെ സ്ഥലത്താണ്. അപ്പോൾ ഇത് വന്ന് തങ്ങണത് നമ്മളെ സ്ഥലത്താണ്. അപ്പം സാറന്മാർ ഇപ്പം അത് വന്നാലും നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ഡ്യൂട്ടിക്ക് ഇല്ലായിരുന്ന, നമ്മൾ ഉറക്കമായിരുന്ന, അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്തില്ലേ എന്നുള്ള രീതിക്കാവും പിന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പേടിച്ച് നമ്മൾ ഉറങ്ങൂല ഡ്യൂട്ടി നമ്മൾ ശക്തമായിട്ട് കണ്ണടയ്ക്കാതെ തന്നെ നമ്മൾ നോക്കി നിൽക്കും. അപ്പം അവിടെ അടിച്ചാൽ ഇങ്ങ് വരണമുണ്ട്. നമ്മൾ സെൻറ്ററിലാണ്, ഈ ഗണപതി ഭവൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം ആ തിയേറ്ററിൻ്റെ റോഡും കാണാം, നമ്മളെ റോഡും കാണാം. അങ്ങനെ ഇവരടിച്ച ഭാഗം ഇരുട്ടാണ്. അപ്പോൾ ഈ ചാക്ക് വീഴുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ പോണത്. എൻ്റെ കാക്കി കണ്ട് ചീത്തയും വിളിച്ചുകൊണ്ടാണ് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയത്. എനിക്ക് പക്ഷേ ഇത് സാറന്മാർ അവിടെയാണ് വിടുന്നതെന്നുള്ള തെളിവ് എനിക്ക് കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓടി വീഡിയോ എടുത്ത് ഇവരങ്ങ് പോയി. ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ബൈക്ക് എടുത്ത് സുരേഷ് ചേട്ടനെ വിളിച്ച്. സുരേഷ് ചേട്ടൻ തകരപ്പറമ്പ് ജംഗ്ഷനിൽ വന്ന് നമ്മൾ ഈ വണ്ടി തപ്പി സുരേഷ് ചേട്ടൻ്റെ ബൈക്കിൽ എൻ്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ പോയി അങ്ങനെ കറങ്ങി വന്ന സമയത്താണ് പുള്ളിക്കാർ ഇവിടെ നിന്ന് അടുത്ത ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കൊണ്ട് ഇവരെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി വണ്ടി നിർത്താൻ പറയുന്നതിന് മുമ്പേ ഇടറാന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് സുരേഷ് ചേട്ടൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി സുരേഷ് ചേട്ടൻ്റെ പിറത്തൂടെ ബൈക്കും വീഴുന്ന് അതിൻ്റെ മുകളിൽ കൂടെ ആട്ടയും കൂടെ കയറിപ്പോയി. പാസഞ്ചർ ആട്ടോ ഫുട്പാത്തിൽ കൂടെയാണ് കയറിപ്പോയത്. ഇവരെ നേരത്തെ പരിചയമുണ്ടോ, അറിയാമോ? നേരത്തെ ഇതിനു മുമ്പേ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇവർ. ഇതേ സാഹചര്യത്തിൽ ഇതിനു മുമ്പേ ഇതേപോലെ ഓടയിൽ ഇങ്ങനെ മാലിന്യം അടിക്കുന്ന വിഷയമായിട്ട് ഞാൻ പോവുകയും എന്നെ ഉപദ്രവിക്കുകയും എൻ്റെ തലയ്ക്കടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ ആൾക്കാർ.
അന്ന് ഇതേപോലെ പരാതി എന്തായിട്ട് മുന്നോട്ട് പോയത്? അത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും വലിയ ഇതായിട്ടില്ലായിരുന്നു. അത് ഇപ്പം ഇത് ഇത്രത്തോളം ഇതായി. അന്ന് പെറ്റി കേസ് പോലെ അത് പോയി. FIR ഉണ്ട് അത്, എന്നാലും പെറ്റി കേസ് പോലെ കോടതിയിലായി പോയത്. എത്ര നാൾ മുമ്പാണ് സംഭവിച്ചത്? അത് 1 കൊല്ലം. അപ്പോൾ ഇത് ശരിക്കും FIR ഒന്നും ഇട്ടില്ലായിരുന്നോ? അന്ന് FIR എടുത്ത് പക്ഷെ അത് ചെറിയ എന്ന് പറഞ്ഞാൽ അവരെ റിമാൻഡ് ചെയ്യാതെ അടിച്ചിട്ടും ഊരിപ്പോയി. അപ്പോൾ അത് സ്വാധീനമാണ് എൻ്റെ പിന്നിൽ ആയിരിക്കാം. അങ്ങനെ തീർച്ചയായും. അപ്പോൾ ഈ നമുക്കൊന്നും അനുകൂലമല്ലായിരുന്നു അപ്പോഴും. ആ സമയത്തൊന്നും അനുകൂലം. അവർ തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നാരെങ്കിലും സ്ഥിരമാക്കാന്ന് പറഞ്ഞാൽ, ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്, നിന്നാരെങ്കിലും സ്ഥിരമാക്കാന്ന് പറഞ്ഞാൽ നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്? അങ്ങനെയൊക്കെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവർ ടോർച്ചർ ചെയ്യണമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള കരിമടത്തുള്ള പയ്യന്മാർ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കറിയാമല്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല, ഗ്യാസ് കൊടുക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് എൻ്റെ സാറന്മാർ പറയണതാണ് എൻ്റെ ജോലി പോകാൻ നോക്കാനാണ് എൻ്റെ ഒരിത്. അപ്പോൾ എനിക്ക് ആ ജോലിയും ചെയ്തേ പറ്റുള്ളൂ, അവരുമായിട്ട് ഇവരെ പുറകിൽ നിന്ന് പോയേ പറ്റുള്ളൂ. അവർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അവരെ തേടി നമ്മൾ പോകണമെന്ന്. അവരെന്ത് ചെയ്തിട്ടാണ് സാറന്മാരെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഇവരാരാണെന്നുള്ള കാര്യം അറിയാം, ഈ ടീം അറിയാം. ഇതിപ്പോൾ ഈ സംഭവം എന്നെ അന്ന് അടിച്ചതും സുരേഷ് ഏട്ടനും ഉണ്ടായിരുന്നു. അന്ന് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കണ്ണൻ എന്ന് പറയുന്ന പയ്യനാണ് എൻ്റെ മണ്ടയിൽ അടിച്ചത്. അന്ന് ഡ്രൈവർ ഇതേ സുരേഷ് ഏട്ടനായിരുന്നു. ഇന്ന് ഈ വണ്ടി കൊണ്ട് ചിടിച്ചത് സുരേഷ് ഏട്ടനും ഷമീർ എന്ന് പറയുന്ന പൊട്ട ഷമീർ എന്ന് പറയുന്ന അണ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന മാലിന്യങ്ങൾ കോർപ്പറേഷന് കൊടുക്കാതെ അവർ തന്നെ കരിഞ്ചന്തയിൽ ഇതിനെ എടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ തള്ളുക, അതാണ് അവരുടെ മെയിനായിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ ഊർജ്ജസ്വലരായി അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ജാഗരൂകരായി നിന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും? ഇല്ല, നമ്മളവർ ഒരുമാതിരി ആക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യന്മാരെ വിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ ശ്രദ്ധ തിരിപ്പിച്ച്, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്വാഡുകാർ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞതിനേക്കാളും സ്പീഡായി ഇവരെത്താൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ സ്ക്വാഡുകാർ പല കാര്യങ്ങളായിട്ട് കടകളിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. എന്നാൽ അവരവിടെ നിന്ന് പറഞ്ഞതിനനുസരിച്ച് അതിന് മുമ്പായിട്ട് ഇവരെത്തും. എത്തിയിട്ട് വണ്ടി വിട്ടു കൊടുക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഇത്തിരി പേടിയുണ്ട്. പിന്നെ നമ്മളടുത്ത് വലുതായിട്ടൊന്നിനും നിൽക്കണില്ല. ആ ഒരു ഇത് നമുക്കുണ്ട്. അത് പുതിയ ഭരണസമിതിയുടെ ഒരു ഇടപെടലായിരുന്നു. ഇവിടെ ഇപ്പോൾ മേയർ സന്ദർശിച്ചില്ല. മേയർ സന്ദർശിച്ച ശേഷം എന്താ മേയർ സംസാരിച്ചത്? സാറ് നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ച്, അതായത് സുരേഷ് സാറിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സംസാരിച്ച്, പിന്നെ എനിക്കിങ്ങനെ മുന്നേ പറ്റിയ കാര്യം പറഞ്ഞു സാറിൻ്റെ അടുത്ത്. അപ്പോൾ അതും പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ രാഹുൽ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം, അതായത് നിങ്ങളെ അന്ന് നിങ്ങൾക്കേറെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. അത് 100%. അന്ന് നമ്മളെ ഒരുമാതിരി ആക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സപ്പോർട്ടിന് ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ സാറന്മാരുണ്ട്, നമ്മളെ മേളിലോട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അതിനും മേളിൽ ഇവരെ കയ്യിലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ പഴയ സമയത്ത്, അതായത് ഈ 6 മാസത്തിന് മുൻപ് പഴയ ഭരണസമിതി ഇരുന്ന സമയം, ആ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്കൊപ്പമായിരുന്നു അപ്പോഴത്തെ ഭരണസമിതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലേ? തീർച്ചയായും. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാവാം അവർ മേലും അത് അവർ ഭീഷണിപ്പെടുത്തല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യും, ഇനി പിറകെ വരരുത്, അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള. ഇപ്പം മേയർ വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക്? മേയർ വന്നതിന് ശേഷം ഇപ്പോഴത്തെ മേയർ വന്നതിന് ശേഷം അല്ല, സാറ് വന്ന് കാര്യം അന്വേഷിച്ച് എന്താണെന്ന് ചോദിച്ച് അതിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുമ്പത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച്. അപ്പം ഞാൻ നടന്ന കാര്യം പറഞ്ഞു. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരെയും ഇപ്പം ഞാൻ മോശമായിട്ട് പറയണതുമില്ല, ഒന്നുമില്ല. എനിക്ക് പറ്റിയ കാര്യമാണ് ഞാൻ പറയണത്. അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം, പുതിയ മേയർ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചെയ്യുന്നതിനുള്ള ഇത് വരുന്നുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ? നമുക്ക് ഇതായിട്ട് ചെയ്യാം. നമുക്ക് വേറെ ഇതൊന്നുമില്ല. നമുക്കത് ഉഷാറായിട്ട് നമ്മൾ ചെയ്യണമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ് സാറേ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബലം തരാൻ ആളുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കും. ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. ഞാനൊക്കെ ചെറുപ്പക്കാരല്ലേ. ഞാൻ അതല്ലേ പറഞ്ഞു, അവരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ ഇതിന്റെ പിറകിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മാർത്ഥത ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ കിട്ടുന്നുണ്ട്. കൃത്യമായി ഇതിന് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ കൂടെ നമുക്ക് കരുത്തിയ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് തന്നെ മുമ്പോട്ട് പോകും. ഉറപ്പായി. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളത്തിനടിയിലാകുന്നു. മാലിന്യ സംസ്കരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരാജയമാണ്. ഇതൊക്കെയാണ്
ഈ കോർപ്പറേഷൻ്റെ ഭരണസമിതിയെ എതിർക്കുന്ന അല്ലെങ്കിൽ മേയറിനെതിരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചിലരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ, ആ വാദം അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെളിവാക്കുന്നതാണ് ഇന്ന് രാവിലെ നടന്ന സംഭവം. മാലിന്യം നിക്ഷേപിക്കുന്ന അനധികൃതമായി മാലിന്യങ്ങൾ കോർപ്പറേഷൻ നൽകാതെ ഈ ആമയിഴഞ്ചാൽ തോട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളക്കെട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള ആമയിഴഞ്ചാൽ തോടിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയ ഒരു വ്യക്തിയാണ് മേയർ വി രാജേഷ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഊർജ്ജത്തിൽ നിന്നുകൊണ്ട് അക്ഷീണം പരിശ്രമിക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാരനായ സുരേഷ് എന്ന വ്യക്തിക്കെതിരെ മാലിന്യങ്ങൾ അനധികൃതമായി തള്ളുന്ന ഗുണ്ടകൾ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ തെളിവാണ് ഇന്ന് രാവിലെ 4 മണിക്ക് നടന്ന സംഭവം. ഈ സംഭവം നമുക്ക് സൂചിപ്പിക്കുന്നത് കൃത്യമായി ജോലി ചെയ്യുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാർക്ക് അവർക്കൊരു പിന്തുണ നൽകിക്കഴിഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ ജോലികൾ നിർവഹിക്കുമെന്നും അവരെ നിയന്ത്രിക്കാനും അവർക്ക് പിന്തുണ നൽകാനും ശക്തനായ ഒരു മേയർ ഉണ്ടെങ്കിൽ ഈ ഇത്തരം അഴിമതിക്കാരെ അല്ലെങ്കിൽ കള്ളന്മാരെ, ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താനും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടാണ് മേയർ ഇവിടെ നിന്ന് പോകുന്നത്. ഈ സുരേഷും അതുപോലെ തന്നെ രാഹുലും ഒക്കെ ഈ തരം ആത്മാർത്ഥതയുടെ പ്രതീകങ്ങളാണ്. ഒരു നിമിഷത്തെ വ്യത്യാസത്തിൽ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥയിൽ നിന്നും അവർക്ക് ആത്മബലം നൽകിക്കൊണ്ട് അവരെ നിയമപരമായി അവരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ മേയർ എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നു.